എല്ലാവർക്കും ടാരോ ടോക്ക് 1111 എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് നിങ്ങൾ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യുമോ ഇല്ലയോ എന്നുള്ളതാണ്. സോ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ടൈംലെസ് ആയതുകൊണ്ട് തന്നെ നിങ്ങളിത് എപ്പോൾ കാണുന്നോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് കണക്റ്റ് ആവുന്നതാണ്. നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, ബാക്കിയുള്ളത് വിട്ടേക്കുക. പോസിറ്റീവ്സിനെ മാത്രം ലൈഫിൽ അട്രാക്റ്റ് ചെയ്യുക. നിങ്ങളുടെ പേഴ്സണിൻ്റെ പേര് 3 പ്രാവശ്യം മൈൻഡിൽ റിപ്പീറ്റ് ചെയ്യുക. നിങ്ങളും നിങ്ങളുടെ പേഴ്സണുമായിട്ടുള്ള നല്ല നല്ല മൊമെൻറ്റ്സ് മൈൻഡിലേക്ക് കൊണ്ടുവരിക. ഓക്കെ. Ten of Cups, 3 of Wands, Star card, King of Cups, 10 of Pentacles, 6 of Cups, Ace of Cups, 7 of Wands, 7 of Swords and Knight of Pentacles. ബോട്ടം ഓഫ് ദ ഡെക്കിൽ നമുക്ക് എംപറർ കാർഡാണ് വന്നിട്ടുള്ളത്. ഓക്കെ, ഇവിടെ ഒരു ഓവറോൾ ഒരു പോസിറ്റീവ് സ്പ്രെഡാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. എന്തായാലും ഫസ്റ്റ് കാർഡ് നമുക്ക് വന്നിട്ടുള്ളത് 10 ഓഫ് കപ്സ് ആണ്. അത് തന്നെ ഒരു റിയൂണിയൻ്റെ ഒരു കാർഡാണ്, അല്ലെങ്കിൽ ഒരു ഹാപ്പി ആയിട്ടുള്ളൊരു പോസിറ്റീവ് ആയിട്ടുള്ളൊരു കാർഡാണ് നമുക്ക് ഫസ്റ്റ് തന്നെ കിട്ടിയിരിക്കുന്നത്. അതായത് നിങ്ങളുടെ പാർട്ട്ണറിന് നിങ്ങളോടുള്ള ഒരു ഡീപ്പ് ഫീലിങ്സ് അല്ലെങ്കിൽ കണക്ഷൻ, അതിനെയാണ് ഇവിടെ കാണുന്നത്. ഇൻ ഫ്യൂച്ചറിൽ നിങ്ങൾ തമ്മിലുള്ള ഒരു ലോങ് ടേം കമ്മിറ്റ്മെൻറ്റാണ് നമുക്ക് ഫസ്റ്റ് കാർഡിൽ തന്നെ വന്നിരിക്കുന്നത്. സെക്കൻഡ് നമുക്ക് 3 ഓഫ് വോൺസ് വന്നിട്ടുണ്ട്. അതായത് നിങ്ങളുടെ പാർട്ട്ണർ ഇപ്പോൾ നിങ്ങളോട് കോണ്ടാക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ റീച്ച് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ പ്ലാൻ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അവർ ആലോചിക്കുന്നുണ്ട്. പക്ഷേ റൈറ്റ് ആയിട്ടുള്ളൊരു മൊമെൻറ്റ് അല്ലെങ്കിൽ ഒരു സമയത്തിന് വേണ്ടിയിട്ടാണ് അവർ വെയിറ്റ് ചെയ്യുന്നത്. കറൻ്റ്ലി നോ കോണ്ടാക്റ്റ് സിറ്റുവേഷൻ ആണെങ്കിലും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ വാച്ച് ചെയ്യുന്നുണ്ട്. മേ ബി സോഷ്യൽ മീഡിയയിലൂടെ നിങ്ങൾ സ്റ്റോക്കിംഗ് ചെയ്യുന്നുണ്ടാകാം. നെക്സ്റ്റ് സ്റ്റാർ കാർഡ് വന്നിട്ടുണ്ട്. സോ അതൊരു ഹോപ്പിൻ്റെ അല്ലെങ്കിൽ ഹീലിങ്ങിൻ്റെ കാർഡാണ്. സോ ഒരു റീയൂണിയൻ പോസിബിൾ ആണ്. കറൻ്റ്ലി അവരിപ്പോൾ പാസ്റ്റിലുള്ള ഇതൊക്കെ ഹീലായിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് നിങ്ങൾ പേഷ്യൻസോടുകൂടി വെയിറ്റ് ചെയ്യുക. എല്ലാം ഡിവൈൻ ടൈമിങ്ങിൽ നടക്കുന്നതാണ്. ആൻഡ് നെക്സ്റ്റ് നമുക്ക് കിങ് ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. സോ അത് നിങ്ങൾ തമ്മിലുള്ള ഒരു ഡീപ്പ് കണക്ഷനെയാണ് കാണിക്കുന്നത്. നിങ്ങളുടെ പാർട്ട്ണറിന് ഇപ്പോൾ നിങ്ങളോട് ഒരുപാട് സ്നേഹം ഉണ്ടെങ്കിലും അവരത് എക്സ്പ്രസ് ചെയ്യാണ്ട് കൺട്രോൾ ചെയ്ത് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. അവർ കുറച്ചുകൂടെ മെച്യൂർഡായിട്ടാണ് നിൽക്കുന്നത്. ആൻഡ് നെക്സ്റ്റ് നമുക്ക് 10 ഓഫ് പെൻറ്റക്കിൾസ്. അഗെയിൻ ആ ഒരു എന്താ പറയുക, ഒരു കംപ്ലീഷൻ്റെ കാർഡ് വന്നിട്ടുണ്ട്. അതായത് അഗെയിൻ ഒരു ലോങ് ടേം കമ്മിറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു റീകൺസിലിയേഷൻ്റെ ഒരു കാർഡ് തന്നെയാണ് ഇത്. നിങ്ങളുടെ പാർട്ട്ണർ ആ ഒരു പെർഫെക്റ്റ് ടൈമിന് വേണ്ടിയാണ് വെയിറ്റ് ചെയ്യുന്നത്. നിങ്ങളുമായിട്ടുള്ളൊരു ഹാപ്പി ഫാമിലി ലൈഫ് അല്ലെങ്കിൽ ടുഗദർനെസ്സാണ് അവരും ആഗ്രഹിക്കുന്നത്. നെക്സ്റ്റ് നമുക്ക് 6 ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. സോ ഇവിടെ നമുക്ക് അവർ നിങ്ങളെ ഒരുപാട് മിസ്സ് ചെയ്യുന്നുണ്ട് എന്നാണ് കാണുന്നത്. അതായത് നിങ്ങളും നിങ്ങളുടെ പാർട്ട്ണറുമായിട്ടുള്ള നല്ല നല്ല മൊമെൻറ്റ്സൊക്കെ അവർ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ആൻഡ് അവർ മിസ്സ് ചെയ്യുന്നുണ്ട്. നിങ്ങളെക്കുറിച്ച് അവർ ചിന്തിക്കുന്നുണ്ട്. നിങ്ങളും നിങ്ങളുടെ പാർട്ട്ണറും തമ്മിലുള്ള ഒരു സോൾമേറ്റ് കണക്ഷനാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. നെക്സ്റ്റ് നമുക്ക് ഏസ് ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. സോ ഒരു ഇമോഷണൽ ബിഗിനിങ് വരാൻ പോകുന്നു. നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും കോൺഫ്ലിക്റ്റോ കാര്യങ്ങളോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊക്കെ മാറ്റി അല്ലെങ്കിൽ അതിൽ നിന്നൊക്കെ ഹീലായിട്ട് ഇമോഷണലി ഹീലായി പുതിയൊരു ഫ്രഷ് എന്താ പറയുക, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു റീസ്റ്റാർട്ട് വരാൻ പോകുന്നു. നെക്സ്റ്റ് നമുക്ക് 7 ഓഫ് വോൺസ് വന്നിട്ടുണ്ട്. നിങ്ങൾ തമ്മിലൊരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ഇല്ല. മേ ബി ഈഗോയുടെ ഇഷ്യൂ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കാം. ഈ ഒരു പേഴ്സൺ നിങ്ങളെ അപ്രോച്ച് ചെയ്യാത്തതും ഈ ഒരു റീസൺ കൊണ്ടാണ്. വീണ്ടും ഹേർട്ട് ആകോ എന്നൊരു ഇത് കൊണ്ടിട്ടാണ്.
നെക്സ്റ്റ് നമുക്ക് 7 ഓഫ് സോഡ്സ് വന്നിട്ടുണ്ട്. സോ അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്ന അവർ ഒരു കമ്മ്യൂണിക്കേഷൻ അവരിപ്പോൾ തയ്യാറല്ല, അല്ലെങ്കിൽ അവർ നിങ്ങളിൽ നിന്ന് എന്തൊക്കെയോ ഹൈഡ് ചെയ്യുന്നുണ്ട്, അവരുടെ ഇമോഷൻസ് ഹൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ട്രസ്റ്റ് ഇഷ്യൂസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അവരിപ്പോഴും ആ ഒരു ആക്ഷൻസ് ഒന്നും എടുത്തിട്ടില്ല നിങ്ങളുമായിട്ടുള്ള ഒരു കോണ്ടാക്റ്റിന് വേണ്ടിയിട്ടുള്ളത്. നെക്സ്റ്റ് നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ്, അത് ഒരു സ്ലോ ആൻഡ് സ്റ്റഡി ആയിട്ടുള്ളൊരു സ്റ്റേബിളായിട്ട് നിൽക്കുന്ന, അതായത് പ്രത്യേകിച്ച് ആക്ഷൻസ് ഒന്നും എടുക്കാണ്ട് നിൽക്കുന്ന, ആക്ഷൻസ് എടുക്കണമെന്നുണ്ടെങ്കിലും ഇപ്പോൾ കറൻ്റ്ലി സ്റ്റോപ്പ് ചെയ്ത് നിൽക്കുന്ന ഒരു ഇതാണ് നമുക്ക് കാണുന്നത്. അതായത് നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളെ റീച്ച് ഔട്ട് ചെയ്യും, പക്ഷേ ആ ഒരു ആക്ഷൻ പെട്ടെന്നായിരിക്കില്ല, സ്ലോ ആയിട്ടായിരിക്കും. അതായത് എല്ലാം ഒന്ന് സ്റ്റേബിളായി എന്ന് ഉറപ്പ് വരുത്തിയിട്ട് മാത്രമേ അവർ നിങ്ങളെ അപ്രോച്ച് ചെയ്യത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ പേഷ്യൻസോടുകൂടി ഇരിക്കുക എന്നുള്ളതാണ്. നമുക്ക് ബോട്ടം ഓഫ് ദ ഡെക്കിൽ എംപറർ കാർഡാണ് വന്നിട്ടുള്ളത്. സോ ആ ഒരു കാർഡിലും എന്താ പറയുക, ആ ഒരു ഇമോഷൻസ് കൺട്രോൾ ചെയ്യുന്ന, അല്ലെങ്കിൽ ആക്ഷൻസൊക്കെ കൺട്രോൾ ചെയ്ത് നിൽക്കുന്ന ആ ഒരു പേഴ്സണെ നമുക്ക് കാണാൻ പറ്റുന്നത്. ഈ പറഞ്ഞതുപോലെ തന്നെ അവർ ആക്ഷൻസ് എടുക്കും, അവർ ആ ഒരു റൈറ്റ് ടൈം ആകുമ്പം ആലോചിച്ചിട്ട് ചിന്തിച്ച് അവർ നിങ്ങളെ അപ്രോച്ച് ചെയ്യുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് യൂണിവേഴ്സിൽ നിന്നും എന്തെങ്കിലും ക്ലൂസ് ഉണ്ടോ എന്ന് നോക്കാം. ലെവൻ മോർണിംഗ്, ഫിയർ, Q, O, 5, 22, E, 23, 25, communication, commitment, afternoon, long distance, L, (24), (10), N, H, 2, 8, Wednesday, November, distance, (16), (20), V, challenges, September, X, 15, 26, Sunday, J, April, communicate openly, 17, 3, Friday.
സോ ഇത്രയാണ് നമുക്ക് വന്നിട്ടുള്ള ക്ലോസ്. ഇതിൽ തന്നെ നമുക്ക് കമ്മ്യൂണിക്കേഷൻ വന്നിട്ടുണ്ട്, കമ്മ്യൂണിക്കേറ്റ് ഓപ്പൺലി വന്നിട്ടുണ്ട്, അതുപോലെ കമ്മിറ്റ്മെൻറ്റ് വന്നിട്ടുണ്ട്. സോ തീർച്ചയായും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യും. പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ വഴി ഒരു ലോങ് ടേം കമ്മിറ്റ്മെൻറ്റ് തന്നെയാണ് നമുക്ക് കാണുന്നത്. പിന്നെ ലോങ് ഡിസ്റ്റൻസും വന്നിട്ടുണ്ട്. സോ ഇതിൽ നിങ്ങൾക്ക് കണക്റ്റ് ആവുന്നത് മാത്രം നിങ്ങൾ എടുക്കുക. ഓക്കെ, ഓവറോൾ നമ്മൾ റീഡിങ്സ് നോക്കുമ്പോഴത്തേക്കും ഒരു യെസ് കാർഡാണ് അല്ലെങ്കിൽ യെസ് എനർജിയാണ് നമുക്ക് കിട്ടുന്നത്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യും. കാരണം നമുക്ക് 10 ഓഫ് കപ്സ് വന്നിട്ടുണ്ടായിരുന്നു, ഏസ് ഓഫ് കപ്സ് വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ സ്റ്റാർ കാർഡൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, എന്നാൽ ഇത് ടൈം എടുക്കും എന്നും പറയുന്നുണ്ട്. സോ നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ് ഒക്കെ നമുക്ക് ആ ഒരു ഇതാണ് കാണിക്കുന്നത്. ആൻഡ് 3 ഓഫ് ഫോൺസ് വന്നതുകൊണ്ട് തന്നെ അതിനുള്ള ആക്ഷൻസ് നിങ്ങളുടെ പാർട്ട്ണർ തന്നെ എടുക്കുന്നതാണ്. തീർച്ചയായും നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളെ ഒരുപാട് മിസ്സ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കുള്ളത് നിങ്ങൾ പേഷ്യൻസോടുകൂടി വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങളുടെ പാർട്ട്ണറിന് സ്പേസ് കൊടുക്കുക. അവർ ഹീലായിട്ട് അവർ തന്നെ നാച്ചുറലി നിങ്ങളെ വന്ന് അപ്രോച്ച് ചെയ്യുന്നതാണ്, നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യുന്നതാണ്. സോ നമ്മളുടെ റീഡിങ്സ് ഇതായിരുന്നു. ഇത് കണക്റ്റ് ആയിട്ടുള്ളവർ തീർച്ചയായും കമൻറ്റ് ചെയ്യുക. ആൻഡ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് തരിക. ഇതുപോലുള്ള വീഡിയോസിനായി എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം നേരുന്നു.